പക്ഷേ ഇത് വി ഡി സതീശനായി മാറുന്ന രീതിയിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണുകെട്ട് മാത്രമാണ് പ്രതിപക്ഷത്തിൻ്റെ ഈ അനാവശ്യ പ്രകടനങ്ങളൊക്കെ. ഇപ്പോഴത്തെ ഗവർണൻസ് അവർക്ക് എതിർക്കാൻ ഒന്നുമില്ല, എതിർക്കാൻ കാര്യങ്ങളില്ല. കൃത്യമായ നിലപാട് സ്വീകരിക്കാനാകാതെ മാറിപ്പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് അവിടെ ഉള്ളത്. കഴിഞ്ഞ നിയമസഭാ കാലയളവിൽ 12ഓളം അടിയന്തര പ്രമേയങ്ങൾക്കാണ് സർക്കാർ അനുമതി നൽകിയത്. എന്നാൽ ഇത്തവണ പ്രതിപക്ഷം ഇത്തരത്തിൽ അടിയന്തര പ്രമേയങ്ങൾ ഒന്നും തന്നെ കൊണ്ടുവരുന്നില്ല. പ്രതിപക്ഷം ആരെയാണ് പേടിക്കുന്നത്? കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ള കേന്ദ്ര ബജറ്റിനെ കുറിച്ചുള്ള പ്രമേയത്തിനോട് പോലും സംസാരിക്കാൻ വയ്യാതെ ഒളിച്ചോടുന്ന പ്രതിപക്ഷം അവരാരെയാണ് പേടിക്കുന്നത്? നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ. ഒരു തെറ്റ് അവർക്ക് പറയാൻ അവിടെ ഇല്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകാനുള്ള ഒരു പ്രധാന റീസൺ ആയിട്ട് കാണുന്നത്. വരുന്ന ഇലക്ഷനോടനുബന്ധിച്ച് പ്രതിപക്ഷത്തിൻ്റെ ഇതുപോലുള്ള കുറേ പ്രകടനങ്ങൾ, അത് സർക്കാരിനെതിരെ ഒരുപാട് പ്രകടനം നടത്തുന്നുണ്ട്, സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു കണ്ണുകെട്ട് മാത്രമാണ് പ്രതിപക്ഷത്തിൻ്റെ ഈ അനാവശ്യ പ്രകടനങ്ങളൊക്കെ. അതുമാത്രമല്ല, ഇപ്പോൾ പ്രമേയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഉന്നയിക്കുന്ന വിഷയം അല്ലെങ്കിൽ പാടുന്ന പാട്ടെന്നൊക്കെ പറഞ്ഞാൽ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് യാതൊരു പ്രസക്തിയും ഇല്ലാത്ത, എന്നാൽ സർക്കാരുമായിട്ട് യാതൊരു ബന്ധവും വരാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങളെ കണ്ണുമൂടി കെട്ടിക്കൊണ്ട് ഇതുപോലുള്ള ജനങ്ങളുടെ ആവശ്യം, സർക്കാർ ഉന്നയിക്കുന്ന ജനങ്ങളുടെ ആവശ്യം ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് ജനപ്രീതി പറ്റാം എന്ന് പറയുന്ന ഒരു സങ്കല്പം മാത്രമാണ് പ്രതിപക്ഷത്തിൻ്റേത്. അതുകൊണ്ട് സർക്കാരിനെ തന്നെയാണ് പേടിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ബഡ്ജറ്റിനെതിരെ അടിയന്തര പ്രമേയം സർക്കാർ അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതുപോലെ സമ്മതിക്കാതെ കേന്ദ്രത്തിനെ എതിർക്കാനും, അതായത് കേന്ദ്രത്തിനെ എതിർത്തുകൊണ്ട് പോലും കേരളം നല്ലതൊന്നും ചെയ്യണ്ട, നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും, അത് ജനങ്ങൾ കണ്ടാൽ മതി എന്ന് പറയുന്ന ഒരു പ്രതീതി വരുത്തുക, ഒരു അച്ചടക്കമില്ലായ്മ അവിടെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഈ കേന്ദ്ര സർക്കാർ നടത്തിയ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് കൃത്യമായി കേരള നിയമസഭയ്ക്കകത്ത് അതുമായി ബന്ധപ്പെട്ട പ്രമേയം നടക്കുമ്പോൾ ആ പ്രമേയത്തിനകത്ത് കൃത്യമായി ചർച്ചകൾ നടത്താതെ, പറയാനുള്ള അഭിപ്രായങ്ങൾ പറയാതെ, കേരളത്തിനകത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്ന് പറയുന്ന ഉത്തരവാദിത്തം കാണിക്കാതെ കോമാളികൾ കാണിക്കുന്ന പോലെ, അല്ലെങ്കിൽ സ്പീക്കറിനെ അപമാനിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്ന ഇരിപ്പിടത്തിലേക്കൊക്കെ കയറി മറച്ചുകൊണ്ടുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് കോൺഗ്രസിൻ്റെ MLA-മാർ ഈ നിയമസഭയുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. ഇപ്പോഴത്തെ ഗവൺമെൻറ് എടുക്കുന്ന പോളിസികളോ അവരെടുക്കുന്ന നയങ്ങൾക്കെതിരെയോ അതിനെ വെല്ലാൻ പറ്റുന്ന വേറൊരു നല്ല നയം പ്രതിപക്ഷത്തിനില്ല. അവരുടെ അടുത്ത് അത്ര നല്ല കാര്യങ്ങളില്ലാത്തതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ആവശ്യം ഒരു എപ്പോഴും ഭരണകക്ഷിക്കാർ ചൊറിയുന്ന, അല്ലെങ്കിൽ ഒരു ലെവലൊരു ലോജിക്ക് ഇല്ലാത്ത കാര്യം സംസാരിക്കുന്ന പ്രതിപക്ഷമല്ല. എന്തെങ്കിലും കാരണം വേണം സംസാരിക്കാൻ. ഇവർ അതിന് പോലും തയ്യാറാകുന്നില്ല. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാപ്പം എന്തെങ്കിലും ഒരു നല്ല കാര്യം എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് വി ഡി സതീശനായി മാറുന്ന രീതിയിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതിപക്ഷമായി ഇതുവരെ UDF വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഒരു സർക്കാരിൻ്റെ തെറ്റുകുറ്റങ്ങൾ മാത്രം പറയുന്നതല്ല പ്രതിപക്ഷം. എന്താണ് ശരി, എങ്ങനെയാണ് ഒരു സർക്കാർ മുന്നോട്ട് പോകേണ്ടതെന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആ രീതിയിലോട്ടൊന്നും UDF പ്രതിപക്ഷങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. അതൊരു പക്ഷേ പറയാൻ കുറ്റങ്ങൾ മാത്രം പറയാം. ഇപ്പോൾ എന്ത് ചെയ്താലും കുറ്റങ്ങൾ മാത്രം പറയുന്ന ഒരു പ്രതിപക്ഷമായിട്ട് കേരളത്തിലെ UDF മാറിക്കഴിഞ്ഞു. UDFന് ഒരിക്കലും ഒരു നല്ല പ്രതിപക്ഷമാകാനും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കേരളത്തിലുണ്ടാകുന്ന സാമൂഹിക പ്രശ്നങ്ങളെ നിയമസഭയിലേക്ക് ചൂണ്ടിക്കാട്ടാനോ ചോദ്യങ്ങൾ ഉയർത്താനോ സാധിച്ചിട്ടില്ല. അത് ചിലപ്പോൾ സർക്കാർ അതിന് ഉത്തമമായ ഉത്തരങ്ങൾ തരുമെന്നുള്ള പേടി കൊണ്ടോ, അല്ലെങ്കിൽ ജനങ്ങളോട് സംവദിക്കാനോ UDF ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ ഒരിക്കലും ഒരു പ്രതിപക്ഷം നല്ല പ്രതിപക്ഷം എന്ന് പറയാൻ സാധിക്കത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടു. കേരളത്തിനെ 100% അവഗണിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇക്കഴിഞ്ഞ നാളുകളിൽ യൂണിയൻ അവതരിപ്പിച്ചത്. അതിനെതിരെ പോലും പ്രതികരിക്കാൻ UDF തയ്യാറായിട്ടില്ല. ജനങ്ങളുടെ മുന്നിൽ ഇപ്പോഴും ഒളിച്ചോടുകയാണ് ഈ പ്രതിപക്ഷം ചെയ്യുന്നത്.